ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് ഏറ്റവും കൂടുതൽ ആധുനിക സാങ്കേതിക ലോകത്ത് ചർച്ചയാവുന്ന വാക്കുകളിൽ ഒന്നാണ് ഈ കൃത്രിമ ബുദ്ധി അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത്. എല്ലാ മേഖലകളിലും ഇത് കടന്നു വരികയാണ്. ഈ മേഖല കടന്നു വരുന്നതോടെ പലർക്കും തൊഴിൽ നഷ്ടപ്പെടുന്നതായുള്ള വാർത്തകൾ നേരത്തെ കർമ്മ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ AI നമ്മളിപ്പോൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഏത് ഒരു സമൂഹ മാധ്യമം തുറന്നാലും അതിലൊക്കെ തന്നെ AI അധിഷ്ഠിത ചിത്രങ്ങളും അതിൻ്റെ മറ്റ് അനുബന്ധ കാര്യങ്ങളും ഒക്കെ തന്നെ കാണാൻ സാധിക്കും. മനുഷ്യൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറ്റി കൃത്രിമമായി നിർമ്മിച്ച് പലതും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ടെക്നോളജിയുടെ വളർച്ചയൊക്കെ ഏറ്റവും നല്ലതാണ്. പക്ഷേ സുപ്രീം കോടതി പറയുന്നത് നിയമ നടപടികളിൽ അല്ലെങ്കിൽ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ AI സിസ്റ്റം അല്ലെങ്കിൽ AI എന്ന് പറയുന്ന ഈ സാധനം ഉപയോഗിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശം. കാരണം നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് യാഥാർത്ഥ്യത്തെ മറച്ചുവെച്ചുകൊണ്ട് AI സംവിധാനങ്ങളിലൂടെ പല തരത്തിലുള്ള കൃത്രിമ രേഖകൾ ഉണ്ടാക്കാം, കൃത്രിമമായി ചിത്രങ്ങളും അതുപോലെയുള്ള വീഡിയോകളും സൃഷ്ടിക്കാം, കൃത്രിമമായി ശബ്ദരേഖ ഉണ്ടാക്കാം, ശബ്ദം മാറ്റി വേറെ ഒരാളുടെ ശബ്ദമാക്കി മാറ്റാം. അങ്ങനെ അനവധി കാര്യങ്ങളുണ്ട്. അതൊന്നും നിയമ സംവിധാനത്തിന് കീഴിൽ വരുമ്പോൾ അതിന് ആ ഒരു പ്രാധാന്യം കിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു യാഥാർത്ഥ്യ ബോധം നഷ്ടപ്പെടും, ശരിയായ നീതി നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. AI അന്ധമായി ആശ്രയിക്കരുത് എന്ന ഒരു മുന്നറിയിപ്പാണ്, ഒരു താക്കീത് കൂടിയാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. നിയമ നടപടികളിൽ AI ഉപയോഗിച്ച് സൃഷ്ടിച്ച വ്യാജ കോടതി വിധികളും തെറ്റായ വിവരങ്ങളും ഉപയോഗിക്കുന്നതിനെതിരെയാണ് സുപ്രീം കോടതി ഇപ്പോൾ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. AI നിർമ്മിച്ച വ്യാജ മുൻവിധികളെ ആശ്രയിച്ച് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഈ സുപ്രധാന നിരീക്ഷണം ഉണ്ടായത്. നേരത്തെയുള്ള കോടതി വിധിയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് പെട്ടെന്ന് ഒരു ജഡ്ജിക്ക് റെഫർ ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ ഈ കക്ഷിക്ക് ജാമ്യം ലഭിക്കാം, അല്ലെങ്കിൽ ആരോപണ വിധേയനായ വ്യക്തിക്ക് നിയമ നടപടികളിൽ നിന്ന് മുക്തി നേടാം. അങ്ങനെ അനവധി കാര്യങ്ങൾ ഉണ്ട്. AI ഉപയോഗിച്ച് സൃഷ്ടിച്ച വ്യാജ വിധികളോ വിവരങ്ങളോ കേസ് നടത്തിപ്പിൽ ഉപയോഗിക്കുന്നതിനോട് സീറോ ടോളറൻസ് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഇത്തരത്തിലുള്ള വ്യാജരേഖകളെ അടിസ്ഥാനമാക്കി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾക്ക് നിയമസാധുതയില്ല എന്ന കാര്യവും സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. SL ഇൻഫ്രാ പ്രോജക്ട്സിന്റെ കടപ്പത്രവുമായി ബന്ധപ്പെട്ട വിധി റദ്ദാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് അശോക് അരാധെ ഉൾപ്പെട്ട ബെഞ്ച് ഈ നിരീക്ഷണം നടത്തിയത്. യഥാർത്ഥത്തിൽ നിലവിലില്ലാത്തതും AI ഉപയോഗിച്ച് സൃഷ്ടിച്ചതുമായ കോടതി വിധികളാണ് കേസിൽ ഉദ്ധരിച്ചത് എന്ന് സുപ്രീം കോടതി കണ്ടെത്തുകയായിരുന്നു. ആവശ്യമായ പരിശോധനകൾ ഇല്ലാതെ AI നിർമ്മിച്ച വ്യാജ വിധികൾ കോടതിയിൽ ഹാജരാക്കുന്നത് അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ പെരുമാറ്റ ദൂഷ്യമാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് സുപ്രീം കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അതുപോലെ തന്നെ അത്തരം വിവരങ്ങളെ ആശ്രയിച്ച് ഒരു ജഡ്ജി വിധി പ്രസ്താവിക്കുന്നത് അതീവ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ല. സീറോ ടോളറൻസ് ആണ് ഇത്തരം സംഭവങ്ങൾക്ക് ഉണ്ടാകുന്നത്. വ്യാജമായി നിർമ്മിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഒരു കോടതിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക്, സുപ്രീം കോടതിയുടെ അടക്കം ഹൈക്കോടതിയുടെ അടക്കമുള്ള വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് എത്തുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത്. AI ഉപയോഗിക്കാം, പക്ഷേ അത് നിയമ നടപടികളെ അട്ടിമറിക്കുന്നതിനോ അല്ലെങ്കിൽ വ്യാജമായി രേഖകളും മറ്റു കാര്യങ്ങളും കോടതി വിധികളും നിർമ്മിച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനോ ഒരിക്കലും ഉപയോഗിക്കില്ല. അത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ ഗുരുതരമായ നടപടികൾ ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്.